ഇറാന്റെ 80% ബാലിസ്റ്റിക് മിസൈൽ കോംപ്ലക്സസിനെ ഞങ്ങൾ നശിപ്പിച്ചുവെന്ന് ഇസ്രായേൽ ഒരു ക്ലെയിം നടത്തി. ഇതിന് തെളിവുകളും നൽകി. നോക്കുക, തുടക്കത്തിൽ ഒരു ദിവസം ഇസ്രായേലിനെതിരെ ഇറാൻ ഇത്രത്തോളം മിസൈൽസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അത്രത്തോളമൊക്കെ ഞങ്ങൾക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇറാൻ അവസാനമായി കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വളരെ കുറവെണ്ണത്തിൽ മാത്രമായിരുന്നു മിസൈൽസ് അയച്ചത്. വെറും 6-7 സ്ഥലങ്ങളിൽ ഇമ്പാക്റ്റ് നടത്തുന്ന തരത്തിലുള്ള മിസൈൽസ് മാത്രമേ അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇറാന്റെ മിസൈൽസിനെ എല്ലാം ഞങ്ങൾ നശിപ്പിച്ചു, അവരുടെ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റീസിനെ എല്ലാം ഞങ്ങൾ നശിപ്പിച്ചുവെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട് എന്നൊരു ക്ലെയിം നടത്തി. അതുകൂടാതെ ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിൽ കൂടുതൽ കേടുപാടുകൾ ഞങ്ങൾ വരുത്തിയെന്ന രീതിയിലും കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇത് യഥാർത്ഥമായ ഒരു കാര്യമേ അല്ല. കാരണം ഇറാന്റെ പക്കലുള്ളതിൽ സേഫസ്റ്റ് യുറേനിയം എൻറിച്ച്മെന്റ് സെന്റർ ന്യൂക്ലിയർ ഫെസിലിറ്റി, ഫോർഡം ന്യൂക്ലിയർ ഫെസിലിറ്റിയാണ്. ലോകത്തിൽ തന്നെ ഭൂമിക്കടിയിൽ, അതായത് ഈ പുറമെ നിന്നുള്ള ഡേറ്റ അനുസരിച്ച് നോക്കിയാൽ ഭൂമിക്കടിയിൽ 350 അടി ആഴത്തിൽ അവിടെയുള്ളൊരു ഫെസിലിറ്റിയാണിത്. അത്തരമൊരു ഫെസിലിറ്റിയെ ഇസ്രായേലിനെ കൊണ്ട് തൊട്ടുപോലും നോക്കാൻ സാധിക്കില്ല, അതും അവിടെ പക്കലുള്ള ഈ വെപ്പൺ സിസ്റ്റം എല്ലാം ഉപയോഗിച്ച്. അപ്പോൾ ഇവ രണ്ടിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അങ്ങനെ ആ ഫോർഡോ ഫെസിലിറ്റി ആക്രമിക്കണമെങ്കിൽ ആരെ കൊണ്ട് സാധിക്കും? എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഇന്നലെ നടന്ന ആക്രമണത്തിൽ തബ്രീസ് മിസൈൽ ബേസിന് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചു എന്നും അതിന്റെ ചില ചിത്രങ്ങൾ ഇസ്രായേൽ മാധ്യമങ്ങളും പാശ്ചാത്യ മാധ്യമങ്ങളും ഷെയർ ചെയ്തിരുന്നു. ആ ചിത്രം കാണുമ്പോൾ 4-5 ഇമ്പാക്ട് പോയിന്റ്സ് വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ഇമ്പാക്ട് പോയിന്റ്സിലൂടെ അവിടെ എക്സ്പ്ലോഷൻ സംഭവിച്ചു എന്നുള്ള വിവരം സ്ഥിരീകരിച്ചാലും എത്രത്തോളം സാരമായ കേടുപാടുകൾ അവിടെ സംഭവിച്ചു? സത്യത്തിൽ അണ്ടർഗ്രൗണ്ടിലുള്ള സ്ട്രക്ചേഴ്സ് അവയൊക്കെ നശിച്ചോ എന്നൊരു സംശയം ഇപ്പോഴും ഉണ്ട്. ഇത് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം റഷ്യ-ഉക്രൈൻ യുദ്ധത്തിലൂടെ തന്നെ നമുക്കൊരു കാര്യം വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. റഷ്യയുടെ അണ്ടർഗ്രൗണ്ട് മിസൈൽ സൈലോസിനെ ഉക്രൈൻ നശിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ആക്രമിക്കുമ്പോൾ, മിസൈൽ സ്റ്റോറേജ് സൈറ്റ്സിനെ ആക്രമിക്കുമ്പോൾ പോലും കുറഞ്ഞത് 24 മണിക്കൂറെങ്കിലും അവിടെ ഒരു ഹെവിയസ്റ്റ് എക്സ്പ്ലോഷൻസ് ഉണ്ടാകും. ആ തീ അങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. എന്നാൽ ഇവിടെ ഇറാന്റെ ഡാറ്റ അനുസരിച്ച് നോക്കിയാൽ സ്ട്രൈക്ക് അവസാനിച്ച അടുത്ത ചില മണിക്കൂറിൽ തന്നെ ആ ഫയർ അവിടെ നിയന്ത്രിച്ചിട്ടുണ്ട്. ഒരു പക്ഷെ അവിടെ തീ ഇല്ലാത്തൊരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് സാധാരണ ഒരു സ്ട്രൈക്കിൽ ഏത് തരം ഡാമേജ് ആണോ സംഭവിക്കുന്നത് അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഒരു ബിൽഡിങ്ങിനെ ആക്രമിക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സൈറ്റിൽ നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യുന്നുവെന്നുണ്ടെങ്കിൽ ആ മിസൈൽ താഴെ വീണ് പൊട്ടിത്തെറിച്ച് അവിടെയുള്ള ഫ്ലെയിമബിൾ പ്രോഡക്ട്സ് എല്ലാം കത്തി നശിച്ചാൽ എത്രത്തോളം നാശനഷ്ടമാണ് ഉണ്ടാകുന്നത് അതുപോലെയാണ് പുറമെ കാണിക്കുന്നത്. പക്ഷേ വീണ്ടും ഇറാന്റെ പക്കൽ നിന്ന് ഏതൊരു അറിയിപ്പും പുറത്തു വന്നിട്ടില്ല. അതുപോലെ ഇസ്രായേലിനെ കൊണ്ടും വിത്ത് കൺക്ലൂസീവ് എവിഡൻസോട് കൂടി പറയാൻ സാധിക്കുന്നില്ല ഇത്രത്തോളം ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ ഇത്രയേറെ നാശനഷ്ടങ്ങൾ ഞങ്ങൾ നൽകി എന്ന രീതിയിലുള്ള സാറ്റലൈറ്റ് ഫൂട്ടേജ് ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇസ്രായേൽ ആക്രമിക്കുന്ന ടാർഗറ്റ്സ് എല്ലാം ഗ്രൗണ്ടിന് മുകളിലുള്ളത് മാത്രമാണ്, അതുമാത്രമാണ് നശിക്കുന്നത്. ഭൂമിക്ക് അടിയിലുള്ള ഇറാന്റെ മിസൈൽസ് അല്ലെങ്കിൽ ഈ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റീസിന് ഏതൊരു കേടുപാടും ഇതുവരെയും സംഭവിച്ചതുപോലെ തോന്നുന്നില്ല. ഇത് IAEAയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ നഥാൻസ് ന്യൂക്ലിയർ ഫെസിലിറ്റി ആക്രമിച്ചപ്പോൾ പോലും ഭൂമിക്ക് അടിയിലുള്ള സ്ട്രക്ചറിന് അങ്ങനെ കേടുപാടുകളൊന്നും പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല. അവിടെ ഷോക്ക് വേവ്സ് പോലും അനുഭവപ്പെട്ടില്ല എന്നുള്ളതാണ് അവരുടെ അറിയിപ്പ്. ഇനി പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഇസ്രായേൽ തീർച്ചയായും ബങ്കേഴ്സിനെ ലക്ഷ്യം വയ്ക്കും. ഇറാൻ എവിടെയെല്ലാമാണോ അവരുടെ അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് വെച്ചിട്ടുള്ളത് അതെല്ലാം ഞങ്ങൾ ലക്ഷ്യം വെച്ച് ആക്രമിക്കും. ഇറാന്റെ റിജീമിലുള്ള അത്രയും വ്യക്തികൾ ഞങ്ങളുടെ ടാർഗറ്റ് ലിസ്റ്റിൽ ഉണ്ടെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ലോകത്തിലുള്ള ന്യൂക്ലിയർ ഫെസിലിറ്റീസിൽ തന്നെ വളരെ ഈ ഭൂമിക്ക് അടിയിലുള്ള ഒരു ഫെസിലിറ്റി ഈ ഫോർഡോ ന്യൂക്ലിയർ ഫെസിലിറ്റിയാണ്. 2000-ൽ ഈ ഒരു ഫെസിലിറ്റി സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള ഡേറ്റാസ് ആണ് പുറത്തു വന്നത്. അവസാനമായി 2016-ൽ ന്യൂക്ലിയർ ഡീൽ കൊണ്ടുവന്നല്ലോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ സിവിലിയൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള രീതിയിലായിരുന്നു കരാറിൽ ഒപ്പുവെച്ചത്. അപ്പോൾ പിന്നെയും എന്തുകൊണ്ട് ഇസ്രായേൽ ഇതിനെ ഇത്രയേറെ ഭയപ്പെടുന്നു? അല്ലെങ്കിൽ ഇസ്രായേൽ ഇത്രത്തോളം ഇതിനെ കോർണർ ചെയ്യുന്നു, ലക്ഷ്യം വയ്ക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് അത്രത്തോളം ക്യാപ്പബിൾ ആയ ഒരു കാര്യം തന്നെ ഉണ്ടാകണം. അങ്ങനെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ ഫെസിലിറ്റിക്കുള്ളതെന്ന് നോക്കിയാൽ ഒരു വലിയ ലിസ്റ്റ് തന്നെ നമ്മെക്കൊണ്ട് പറയാൻ സാധിക്കും. എന്നാൽ അതെല്ലാം നമ്മൾ അറിയാൻ പോകുന്നില്ല. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം നമുക്കിപ്പോൾ അറിയാം. ഈ ഫോർഡോ ന്യൂക്ലിയർ ഫെസിലിറ്റി എന്നത് ഭൂമിക്ക് അടിയിലാണ്. എന്നാൽ അത് എത്രത്തോളം അടിയിലാണ് ഉള്ളത്? ഭൂമിക്ക് അടിയിൽ എന്നാൽ ബങ്കറിനടിയിലാണ്. ബങ്കർ ബസ്റ്റർ ബോംബ്സ് ഇസ്രായേലിന്റെ പക്കലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഫെസിലിറ്റി ആക്രമിക്കാൻ കഴിയുമല്ലോ.
എന്നിട്ടും എന്തുകൊണ്ട് ഇസ്രായേൽ ഇപ്പോഴും സ്ട്രൈക്ക് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ എന്നല്ല, അമേരിക്ക ചിന്തിച്ചാൽ പോലും അത്ര പെട്ടെന്ന് ഈ ഒരു അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചറിനെ ഒറ്റ സ്ട്രൈക്കിൽ അങ്ങനെ നശിപ്പിക്കാൻ സാധിക്കില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി എന്നത് ഭൂമിക്കടിയിൽ ഏകദേശം 300-350 അടി താഴെയാണുള്ളത്. ഇതാണ് ഇപ്പോൾ അമേരിക്ക കൺഫേം ചെയ്തിട്ടുള്ള ഒരു വിവരം. 350 അടി താഴെ എന്നൊക്കെ പറയുമ്പോൾ ആ 300 മീറ്ററും കൂടുതൽ കോൺക്രീറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ കൂടുതൽ സ്ട്രക്ചർ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും. അങ്ങനെ ഉള്ളപ്പോൾ ഇസ്രായേലിന്റെ പക്കലുള്ള ഏതൊരു ബങ്കർ ബസ്റ്റർ ബോംബ്സിനെ കൊണ്ടും ഇത്രത്തോളം ഹെവി പെനിട്രേഷൻ അവിടെ ചെയ്യാൻ സാധിക്കില്ല. ഇതിന് നല്ലൊരു ഉദാഹരണം ഞാൻ പറയാം. ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടപ്പോൾ ഒരു 3 ബിൽഡിങ്ങിനെ ഇസ്രായേൽ ലക്ഷ്യം വെച്ചിരുന്നു. ആ 3 ബിൽഡിങ്ങിന് ചുറ്റും ലക്ഷ്യം വെച്ച് 40-ലധികം ബങ്കർ ബസ്റ്റർ ബോംബ്സിനെയും ഗൈഡഡ് ബോംബ്സുകളും ഇസ്രായേൽ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ആ ഒരു ചെറിയ സ്ഥലത്ത്, അതും ഹിസ്ബുള്ളയുടെ തുരങ്കം എന്നത് ഭൂമിക്കടിയിൽ ഒരു 5 അടി 6 അടിക്കുള്ളിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ആക്രമിച്ചത് കൊണ്ടാണ് ഹിസ്ബുള്ളയുടെ ആ ഒരു ഹെഡിനെ അവരെ കൊണ്ട് നിർവീര്യമാക്കാൻ സാധിച്ചത്. അതിന് തന്നെ അത്രത്തോളം പെനിട്രേഷൻ ബോംബ്സ് അവർക്ക് ആവശ്യമായി വന്നു. അത്രയും കുറഞ്ഞ സ്ഥലത്തിന് പോലും അത്രയേറെ ആവശ്യമായി വന്നു. പക്ഷേ ഇതിപ്പോ പർവ്വതങ്ങൾക്കിടയിലുള്ള ഒരു ഭാഗമാണ്. ഈ സ്ഥലത്ത് ഇസ്രായേൽ അവരുടെ പക്കലുള്ള പെനട്രേഷൻ ബോംബ്സ് ഒന്നിന് പുറമെ ഒന്നായി ആക്രമിച്ചാൽ പോലും, ഒരു 50-60 മിസൈൽസിൽ അധികം ഫയർ ചെയ്താൽ പോലും ഇവിടെ ഇസ്രായേൽ പ്രതീക്ഷിക്കുന്ന ആ ഒരു ഫലം ഇസ്രായേലിനെ കൊണ്ട് കൈവരിക്കാൻ സാധിക്കില്ല. അങ്ങനെ നോക്കിയാൽ അതിനകത്ത് എന്താണുള്ളത്? ഇവിടെ ഇറാൻ എന്തെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഇറാന്റെ ടോട്ടൽ ന്യൂക്ലിയർ പ്രോഗ്രാം ഉണ്ടല്ലോ, ഈ ടോട്ടൽ ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ 65% അല്ലെങ്കിൽ അതിൽ കൂടുതൽ എൻറിച്ച്ഡ് യുറേനിയം എന്നത് ഈ ഒരു സ്ഥലത്താണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിവിലിയൻ പർപ്പസിന് വേണ്ടി നിർമ്മിച്ചു എന്നൊക്കെ പറയുകയും ഇവിടെ 65%-ലധികം യുറേനിയം എൻറിച്ച് ചെയ്യുന്നുണ്ട്. മുഴുവൻ ഇറാന്റെ ഉൽപാദനത്തിൽ എൻറിച്ച്ഡ് യുറേനിയം അണുവായുധത്തിന് വളരെ ആവശ്യമായിട്ടുള്ള ആ റിംഗ് മാഗ്നറ്റ്സ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫെസിലിറ്റിയും ഈ ഭൂമിക്കടിയിലുള്ള ഫോഡോ ന്യൂക്ലിയർ സെന്ററിലാണുള്ളത്. അതുമാത്രമല്ല, ഇറാന്റെ മറ്റ് ന്യൂക്ലിയർ ഫെസിലിറ്റീസ് നോക്കുകയാണെങ്കിൽ ഓരോ സ്ഥലത്തും 1000 മുതൽ 1500 സെൻട്രിഫ്യൂജ് സിസ്റ്റം ഉണ്ടാകും. ഇതാണ് യുറേനിയം എൻറിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ്. എന്നാൽ ഫോഡോ ഫെസിലിറ്റിയിൽ മാത്രം 3 സെഗ്മെന്റായി വിഭജിച്ച് 4000 സെൻട്രിഫ്യൂജസ് വരെയും ഇറാൻ സ്ഥാപിച്ചിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരു കണക്ക് പറയുകയാണെങ്കിൽ 3 മാസത്തിൽ, വെറും 90 ദിവസത്തിൽ 160 കിലോയിലധികം എൻറിച്ച്ഡ് യുറേനിയം, അതായത് 68% ശുദ്ധീകരിച്ച എൻറിച്ച്ഡ് യുറേനിയം ഈ ഫെസിലിറ്റിയിൽ നിന്നും ഇറാനെ കൊണ്ട് സൃഷ്ടിക്കാൻ കഴിയുമെന്നും പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഈ 68% എന്നത് അത്ര അകലെയൊന്നും അല്ല. 90% മതി. 90% നിങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിൽ, അത്രത്തോളം യുറേനിയം ശുദ്ധീകരിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് അണുവായുധം സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പോൾ 68%, അപ്പോൾ 90 ദിവസത്തിൽ 160 കിലോയിലധികം, ഏകദേശം 68%-ഓളം ഇവരെ കൊണ്ട് സൃഷ്ടിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, വീണ്ടും കുറച്ചുകൂടെ പ്രോസസ് ചെയ്താൽ, വീണ്ടും കൂടുതൽ സെൻട്രിഫ്യൂജസ് അവിടെ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഹൈ റിച്ച്ഡ് യുറേനിയം അവരെ കൊണ്ട് അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഇതാണ് പ്രധാനപ്പെട്ട കാരണം ഇസ്രായേൽ ഇവിടെ ലക്ഷ്യം വെച്ച് കാത്തിരിക്കുന്നതിന്, എങ്ങനെയെങ്കിലും അതിനെ നശിപ്പിക്കണം എന്ന് ചിന്തിക്കുന്നതിന്. പക്ഷെ ഇസ്രായേലിന്റെ പക്കൽ അതിനുള്ള ക്യാപ്പബിലിറ്റി തീർച്ചയായും ഇല്ല. അപ്പോൾ ആരെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കും? അമേരിക്കയുടെ പക്കൽ ഉള്ളതിൽ വെച്ച് മോസ്റ്റ് ഹെവിയസ്റ്റ് ബോംബ് അല്ലെങ്കിൽ കൂടുതൽ ശക്തിയുള്ള ഒരു ബങ്കർ ബസ്റ്റർ ബോംബ്സ് നോക്കിയാൽ അത് MOAB ആണ്, മാസീവ് ഓർഡിനൻസ് എയർ ബ്ലാസ്റ്റ് എന്നാണ് പറയുന്നത്. GBU-57 എന്നും പറയാം. ഓരോ ബോംബിന്റെ ഭാരം എന്നതും 14,000 കിലോ ഉണ്ടാകും. ഒരു മോൺസ്റ്റർ ബോംബ് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരമൊരു ബോംബ് താഴെ വീണാൽ ആ താഴെ വീഴുന്ന ഇമ്പാക്ട് പോയിന്റിൽ നിന്നും 100 അടിയിൽ താഴെ ഏതൊരു അത്തരമൊരു ബോംബ് താഴെ വീണാൽ ആ താഴെ വീഴുന്ന ഇമ്പാക്ട് പോയിന്റിൽ നിന്ന് 100 അടിയുള്ള ഏതൊരു സ്ട്രക്ചറിനെയും നശിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് അമേരിക്കയുടെ പ്രസ്താവന. പക്ഷെ ഈ ഫെസിലിറ്റി ഉള്ളത് 300 അടിയിലും താഴെയാണ്. അത് അമേരിക്ക തന്നെ കൺഫേം ചെയ്തതുമാണ്. 300 മുതൽ 350 അടിക്ക് താഴെ എന്നാണ്. മുകളിൽ മലകളുമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഒരേ ഒരു ബോംബ് അവിടെ ഡ്രോപ്പ് ചെയ്താൽ അമേരിക്കയെ കൊണ്ട് ഈ ഒരു ഫെസിലിറ്റി അങ്ങനെ നശിപ്പിക്കാൻ കഴിയില്ല. ഈ ബോംബ്സ് കുറഞ്ഞത് 4-5 തവണയെങ്കിലും ഒരേ ഇമ്പാക്ട് പോയിന്റിൽ തന്നെ വിക്ഷേപിക്കണം. അങ്ങനെ ഒരേ പോയിന്റിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ഇവരെ കൊണ്ട് കുറഞ്ഞത് അതിൻ്റെ ഒരു ഹാഫിനെങ്കിലും റീച്ച് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കോറിനെ റീച്ച് ചെയ്യാനുള്ള സാധ്യതയെങ്കിലും ഉള്ളൂ. ഇങ്ങനെയാണ് ഒരുപാട് എക്സ്പേർട്സ് പറയുന്നത്. ഇത് എത്രത്തോളം ഒരു വലിയ ടാസ്ക് ആണെന്ന് അറിയണ്ടേ? അമേരിക്കയുടെ പക്കലുള്ളതിൽ ക്യാപ്പബിളായ ഒരു വിമാനം, അത് ഈ ബോംബുകൾ കൊണ്ടുപോയി അവിടെ ഇടേണ്ട ഒരു വിമാനം എന്നത് B-2 സ്പിരിറ്റ് ആണ്. ഇന്ത്യൻ ഓഷ്യനിലുള്ള ബ്രിട്ടീഷ് ടെറിട്ടറിയിൽ 6 ബോംബേഴ്സ് കൊണ്ടു നിർത്തിയിട്ടുണ്ട്. ഒരു വിമാനത്തിന് മാക്സിമം 2 ബോംബുകൾ വരെയും കൊണ്ടുപോകാൻ കഴിയും, പക്ഷേ അതിൻ്റെ റേഞ്ച് കുറയും. അങ്ങനെ നോക്കിയാൽ ഒരു വിമാനത്തിൽ ഒരു ബോംബ് വെച്ച് നോക്കണം. അപ്പോൾ പിന്നെ ഒരു സ്ട്രൈക്കിൽ എത്ര ബോംബുകൾ കൊണ്ടുപോകണം, എത്ര വിമാനങ്ങൾ വേണ്ടിവരും?
ഇവരുടെ മറ്റ് ബേസസിൽ നിന്നും ബോംബേഴ്സ് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഏരിയൽ റിഫ്യൂവലേഴ്സ് ടാങ്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ 6 മുതൽ 10 ബോംബുകളോളം ഈ ഒരു ഫെസിലിറ്റിയിൽ ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കും. ആ 10 ബോംബുകളും ഒരേ പോയിന്റിൽ തന്നെ, അതും ആ ഫെസിലിറ്റിയുടെ സെന്റർ പോയിന്റിൽ വീണാൽ മാത്രമേ ഇവരെ കൊണ്ട് അത്രത്തോളം ഒരു ഡാമേജ് അവിടെ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മറ്റ് ബേസുകളുണ്ടല്ലോ, മറ്റ് ന്യൂക്ലിയർ ഫെസിലിറ്റി, അവയെല്ലാം വൾണറബിൾ ആണ് ഈ ബോംബുകൾക്ക്. പക്ഷേ ഈ ഫെസിലിറ്റി മാത്രം വളരെ ഭൂമിക്ക് അടിയിലുള്ളത് കൊണ്ട് സ്വാഭാവികമായി തന്നെ അതൊരു ശക്തിയാണ്. പക്ഷെ ഇവിടെ നശിപ്പിക്കാൻ കഴിയാത്ത ഒരു വസ്തു എന്ന് പറയാൻ ഒന്നും തന്നെയില്ല. അതിപ്പോ ബീറ്റോ സ്പിരിറ്റ് ബോംബർ ആയാലും ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി ആയാലും ശരി, വളരെ ക്യാപ്പബിൾ ആയ ഒരു ഫെസിലിറ്റി 2005 വരെയും ആർക്കും അറിയില്ലായിരുന്നു. ആദ്യമായി മൊസാദ് ആയിരുന്നു ഇത് കണ്ടെത്തിയത്. അതായത് ഇതെല്ലാം സൃഷ്ടിച്ച് അവസാനിച്ച് സർവീസിൽ വന്ന് 5 വർഷം കഴിഞ്ഞാണ് ഇങ്ങനൊരു ഫെസിലിറ്റി ഉണ്ടെന്ന കാര്യം പോലും മൊസാദ് പുറത്തു പറയുന്നത്. 2011 ആദ്യമായി അമേരിക്ക ഇത് കൺഫേം ചെയ്തു. അതെ, മൊസാദ് പറഞ്ഞത് സത്യമാണ്, ഇവിടെ ഇത്രത്തോളം ഒരു വലിയ സ്ട്രക്ചർ ഇറാൻ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു. അപ്പോൾ ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഒരു ഭീഷണിയായി തന്നെ ഇതിനെ കൺസിഡർ ചെയ്യുകയാണ്. ഇത് നമ്മൾ ഇങ്ങനെ വിടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവർ നമ്മെ നശിപ്പിക്കും. ഈ ഒരു ഫെസിലിറ്റിയെ നമ്മൾ നിർവീര്യമാക്കണമെന്നുള്ളത് ഇപ്പോഴും അവരുടെ പ്രധാനപ്പെട്ട ഒരു എയിമാണ്. എന്നാൽ ഇസ്രായേലിനെ കൊണ്ട് മാത്രം അത് ചെയ്യാൻ സാധിക്കില്ല. അമേരിക്ക അകത്തേക്ക് വരണം. ഇറാൻ ഇതിന് നല്ലൊരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഒരു പ്രസ്താവന കൊടുത്തിരുന്നു, അയത്തുള്ള ഖമേനി എവിടെയുണ്ട് എന്നുള്ളതൊക്കെ ഞങ്ങൾക്കറിയാം, എന്നാൽ ഇപ്പോൾ ഞങ്ങൾ അയാളെ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല എന്ന രീതിയിൽ ഒരു കാര്യം പറഞ്ഞു. ഇതിന് ഇറാനിൽ നിന്ന് വന്ന ഒരു റിപ്ലൈ, ഒരു പ്രതികരണം, അമേരിക്കയുടെ സൈനികർ, അമേരിക്കയുടെ വ്യോമസേന ആരെങ്കിലും ഞങ്ങളുടെ രാജ്യത്തിനുള്ളിലേക്ക് വന്ന് ഞങ്ങളുടെ പൗരന്മാരിൽ ഒരു ആക്രമണം നടത്തട്ടെ, അതിനുശേഷം അവർ ഇറാൻ അതിർത്തിയിൽ തന്നെ ഉണ്ടല്ലോ, അവർ ആരെയും അമേരിക്കയിലേക്ക് തിരികെ പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല, ഒരു മാസ് മിസൈൽ സ്ട്രൈക്ക് ഞങ്ങൾ നടത്തുമെന്ന് ഓപ്പണായി തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഹിസ്റ്ററി വിൽ റിപ്പീറ്റ്സ് എന്ന് പറയും. ഇറാഖിൽ എന്താണോ സംഭവിച്ചത്, മിഡിൽ ഈസ്റ്റിൽ ഇതിന് മുൻപ് എന്തെല്ലാം പ്രശ്നങ്ങളാണോ സംഭവിച്ചത്, അവയെല്ലാം ഇപ്പോൾ ഇറാൻ കൊണ്ടു നിർത്തിയിട്ടുണ്ട്. ഇപ്പോഴുള്ളത് ഒരേ ഒരു വഴി മാത്രമാണ്. ഒന്നുകിൽ സമാധാനമായി ഈ 2 രാജ്യങ്ങളും ഇരുന്ന ചർച്ചയിലൂടെ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കുക. പക്ഷേ ഇത് ഇസ്രായേൽ ഒരിക്കലും ആഗ്രഹിക്കില്ല. ഇനി അതല്ല എങ്കിൽ വെസ്റ്റേൺ കൺട്രീസ് പ്ലസ് ഇസ്രായേൽ വേഴ്സസ് ഇറാൻ എന്ന ഒരു പ്രശ്നം വരും. അപ്പോൾ ഇതൊരു വേൾഡ് വാറായി മാറുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും മാറില്ല, അതിനുള്ള സാധ്യത ഇല്ല. കാരണം ഇവിടെ ചൈനയും റഷ്യയും അങ്ങനെ നേരിട്ട് ഇറങ്ങില്ല. അതായത് 1991 അതിന് മുൻപ് സംഭവിച്ച ലോകമഹായുദ്ധത്തിലൊക്കെ ആയാലും ഈ രാജ്യങ്ങളൊക്കെ ചെയ്തൊരു വലിയ തെറ്റ്, ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ നമ്മൾ ജയിക്കും എന്നുള്ള ഒരു അമിത വിശ്വാസത്തിൽ നിങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാൽ ഞങ്ങൾ അകത്തേക്ക് വരും എന്നൊക്കെ പറഞ്ഞ് അവരുടെ അലൈസസിനെ സ്ട്രോങ് ചെയ്യാനായി അവർ നേരിട്ട് തന്നെ യുദ്ധത്തിലേക്ക് കുതിച്ചു. പക്ഷേ ഇവിടെയുള്ള സാഹചര്യം അങ്ങനെയല്ല. എല്ലാവരും ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. അനന്തരഫലം എത്രയാകും, എങ്ങനെയാകും എന്നുള്ളതൊക്കെ നന്നായി എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇറാനെ ഡയറക്റ്റ് സപ്പോർട്ട് ചെയ്യാൻ ആരും ഇവിടെ വരില്ല. ഒരു പക്ഷെ വരികയാണെങ്കിൽ ചൈന അകത്തേക്ക് വരേണ്ടതായി വരും. കാരണം അടുത്തിടെയാണ് ഒരുപാട് എഗ്രിമെന്റ്സ് ഒക്കെ അവർ സൈൻ ചെയ്തത്. ഈ ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇറാൻ വേഴ്സസ് ഇസ്രായേൽ എന്നൊരു പ്രശ്നം ഒന്നുകിൽ പൂർണ്ണമായും വെസ്റ്റ് വേഴ്സസ് ഇറാൻ എന്ന രീതിയിലേക്ക് മാറും, അല്ലെങ്കിൽ ഇത്രത്തോളം സപ്പോർട്ട് ഉണ്ടായിരുന്നിട്ട് കൂടിയും ഇറാൻ ഇസ്രായേലിൽ ഇത്രയേറെ സ്ട്രൈക്ക് നടത്തി അല്ലെങ്കിൽ ഇത്രയേറെ നാശനഷ്ടങ്ങൾ കൊടുത്തു എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി യുദ്ധം അവസാനിക്കും. എങ്ങനെ നോക്കിയാലും ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് കൈവരിക്കുന്നത് ഇസ്രായേൽ ഒരിക്കലും ആഗ്രഹിക്കില്ല, സമ്മതിക്കില്ല. അത്ര പെട്ടെന്ന് അവർ യുദ്ധം അവസാനിപ്പിക്കാനും ആഗ്രഹിക്കില്ല. എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.